പൊതുവെ കാലാവസ്ഥ വളരെ ചൂട് നിറഞ്ഞ കാലാവസ്ഥയാണ്. ഇലക്ഷന്റെ ചൂട് എവിടം വരെ എത്തിയിട്ടുണ്ട്? എങ്ങനെയുണ്ട് പ്രതികരണത്തേക്കാൾ വലിയ ചൂടിലാണ് ഞങ്ങൾ കുട്ടനാട്ടുകാർ. കണ്ടില്ലേ, വളരെ ആവേശകരമായ അനുഭവമാണ് കുട്ടനാട്ടിൽ വന്നപ്പോൾ. നമ്മളിപ്പോ എന്താ പറയുക, എടത്തുവയിലെ കടകൾ കയറുകയാണ്, നിരവധി ആളുകളെ കാണുകയാണ്. ഞങ്ങളുടെ സഖാക്കളും പ്രവർത്തകരും എല്ലാം വളരെ ആവേശത്തിൽ, എത്ര വലിയ ചൂടാണെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഫുൾ ഡേ ഇതേ ക്യാമ്പയിൻ നടക്കുകയാണ്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഇനിയും ചുവരെഴുതി തുടങ്ങിയിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്താറായില്ല. ഏറ്റവും അവസാനം കൊടിക്കുന്നിൽ സുരേഷ് പിന്മാറും, VP സജീന്ദ്രൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചില വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. എതിരാളി ആരായാലും മത്സരം കടുത്തതാകും. ഞങ്ങളെ സംബന്ധിച്ച് എതിരാളി ആര് എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമേ അല്ല. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ മണ്ഡലത്തിൽ പ്രവർത്തനവുമായി ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ കൺവെൻഷനുകൾ അടക്കം നടക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേ അർത്ഥത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മാവേലിക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാവേലിക്കരയുടെ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കുട്ടനാട്ടിലാണ് ഇന്നിപ്പോ നമ്മൾ വന്നത്. ഇതേ കണ്ടല്ലേ, ഈ കടുത്ത ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും അധികം പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ ഈ തെരുവീതികളുടെ കടകളിലെല്ലാം കയറുകയാണ്. വലിയ പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിജയം സുനിശ്ചിതമാണ്. ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കകളുമില്ല. എന്താണേലും മാവേലിക്കര പിടിക്കും. മാവേലിക്കര ഒരു തർക്കവും വേണ്ട. അക്കാര്യത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ അതിന്റെ ഭാഗമായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ.